തേക്കിൻകാടും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻകാട് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എറ്റിസലാറ്റ് അക്കാദമിയിൽ. അയ്യോ ദൈവമേ, ദൈവമേ, നിനക്ക് നന്ദി, നിനക്ക് 1000 നന്ദി. ഞാൻ ആഗ്രഹിച്ചതുപോലെ വീണ്ടും ഒരു ആൺകുഞ്ഞിനെ തന്നെ എനിക്ക് തന്നല്ലോ ദൈവമേ. എന്റെ ചോറ്റുപത്രം എടുത്ത് കൈ വെച്ചിട്ട് ആൺകുഞ്ഞെന്ന് ചോറ്റുപാത്രം പിന്നെ അല്ലാതെ ആൺകുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ചോറ്റുപത്രം എടുത്ത് അത് എന്താണെന്നറിയാമണ്ണ, ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് ഉറക്കളക്കിയല്ലേ. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ റിലേ കട്ടായി പോയി. അതുകൊണ്ട് പെട്ടെന്ന് പാത്രം ചാടിക്കരി എടുത്തതാണ്. അതിന് ഇന്ന് ദീപാവലി ദിവസമുണ്ട്. ദീപാവലി ദിവസമായിട്ട് എല്ലാരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ നമ്മൾ ഇവിടെ വന്നിരിക്കണം ആലോചിക്കും. എനിക്കാണെങ്കിൽ ടെൻഷൻ, അവളെ അകത്ത് ഒറ്റയ്ക്കല്ലേ, ടെൻഷൻ ഭയങ്കര. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് നിസ്സാര കേസല്ലേ. ഞാനും ദീപാവലിയായിട്ടൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ബന്ധം എന്ന് പറയുമ്പോ എന്റെ മക്കളെല്ലാം ജനിച്ചേക്കുന്നത് ദീപാവലി ദിവസമാണ്. 2023 എന്റെ ഭാര്യ ദീപാവലി ദിവസം ആദ്യമായിട്ട് പ്രസവിച്ച് ഇരട്ട കുട്ടികള് ആണല്ലേ. അതിൽ ഒരുത്തന് ഞാൻ ദീപ്തൻ എന്നും ഒരുത്തന് ദീപൻ എന്നും പേരിട്ട്. ദീപ്തനാ? ഓ, അതെന്താ പേര്? അതായത് ഞാൻ വെടിക്കെട്ടുകാരനല്ലേ, പടക്കത്തിന്റെ ബിസിനസ് ആണ്. അപ്പൊ ദീപാവലിയായിട്ടൊരു ബന്ധം വേണം. അങ്ങനെ എന്നിട്ട് ദീപ്തൻ. അതേ ശേഷം 2024 ദീപാവലിക്ക് എനിക്ക് ടെൻഷനാ അവളെ ഒറ്റയ്ക്ക്. ഞാൻ ഒന്നും പറയട്ടെ സുഹൃത്തെ, 2024 ഇതേ ദീപാവലിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അവന് ഞാൻ ലൈറ്റ് ബാബു എന്ന് പേരിട്ട്. ലൈറ്റ് ബാബു? വെടിക്കെട്ടുകാരനല്ലേ, ദീപാവലിയായിട്ടൊരു ബന്ധം വേണ്ടേ. അപ്പൊ ഈ മൂന്നാമത്തെ ദീപാവലിക്ക് ഇപ്പം കുഞ്ഞ് ജനിക്കാൻ നിൽക്കണമെങ്കിൽ ഞാൻ എന്തോന്ന് പേരിടും? തറച്ചക്രം ഇട്ടോട്. അതാകുമ്പോ ദീപാവലിയായിട്ട് അടുത്ത ബന്ധം കാണും. അതെന്തൊരു ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ബന്ധം. നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ എന്റെ കൊച്ചിന് തറച്ചക്രം പേരിട്ടൊന്നിരിക്കട്ടെ. ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും സാറ് പറയും, രമേശ് സാർ, സുമേഷ് സാർ, തറച്ചക്രം എന്ന് പറയുമ്പോ ഈ ചെറുക്കൻ ചാടി വെച്ചിട്ട് നിൽക്കൂ. ഇവൻ പ്ലച്ച് നിൽക്കൂല്ലേ ഇവൻ. പിന്നെ ഇവൻ വളർന്ന് വലുതായി ആരെങ്കിലും ഒരു പണിക്ക് വിളിച്ചോണ്ട് പോവോ ഇവന്? അതെന്താ പണിക്കൊണ്ട് പോകാത്ത കാര്യം എന്തോ? തറച്ചക്രമല്ലേ, പണി സൈറ്റിൽ നിന്ന് കറങ്ങൂലേ വൈ. ഇതൊക്കെ ഒരാൾ കളിയാക്കിയാലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്കില്ലേ മനുഷ്യൻ? കളിയാക്കി തറച്ചക്രം ഏതെങ്കിലും കൊച്ചിന് പേരിടോ? എന്റെ കൊച്ചിന്റെ പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? പ്രസവിക്കുന്ന സമയത്ത് ഗിത്താർ വായിക്കും? ഇല്ല, എടാ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര നാണമാണ് കേട്ടോ. നാണമെന്ന് പറഞ്ഞാൽ എന്റെ പിന്നെ വീട്ടില് പത്രക്കാരൻ വരും, ഇങ്ങത്താ മുഖത്ത് നോക്കൂല. പാലുകാരൻ വരും, ഇങ്ങതാടേ. ഇങ്ങനെയാണ് ഇവിടെ സ്വഭാവം. എന്റെ മുഖം തന്നെ വല്ലപ്പോഴും ഒരിക്കലും അവള് നോക്കണത്. ആണല്ലേ? ഇത് എത്രാമത്താ? 4ാമത്തെ. അവക്ക് നാണമുണ്ട്, നിങ്ങൾക്കാണ് നാണോ മാനോ ഇല്ലാത്തത്. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യം എന്തോന്ന്? 4ാമത്തെ ചോദിച്ചോടനെ. ചേട്ടൻ എത്ര മക്കള്? 3. ഈ 2 പേരില് നിവരില്ല. നിനക്കാണ് നാണോ ഇല്ലാത്തത്. വലിയ ഡയലോഗ് വിടുന്നത് വർക്ക് ഫ്രം ഹോം ആണല്ലേ. അതെങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഈ 5 കണക്ക് വരില്ലല്ലോ. അല്ല, ഈ നിങ്ങൾക്ക് വേറെ വരുമാന മാർഗം? എനിക്ക് ഈ ടച്ച് വെട്ട്. KSEB അല്ലല്ല, പിന്നെ നമ്മുടെ അവിടെ ഉള്ള പയ്യന്മാരൊക്കെ വിവരേജ് പോയി മദ്യം എടുത്തൊന്ന് കഴിക്കുമല്ലോ ടച്ചിങ്സ് ആയിട്ട്. അപ്പൊ ഞാൻ ഈ ടച്ചിങ്സ് വെട്ടും. നല്ല ജോലി. അല്ല, അധികം അല്ലാതെ ശരീരം അനയും കൂടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എന്റെ മക്കൾക്ക് ദൈവം ഒരു ഭാഗ്യം കൊടുത്തളിയാ. എന്താ ഭാഗ്യം? ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ 3 പിള്ളേർക്കും എന്റെ അതേ സൗന്ദര്യം കൊടുത്ത്. ഇപ്പൊ ഈ കൊച്ചിനെ തൊട്ടില് കിടത്തൂലേ? പിന്നെ അപ്പൊ ഈ വലതുവശത്തൊന്നും പോയി നിക്കല്ലേ കേട്ടാ. അതെന്ത്? പിഞ്ച് കൈക്കൊക്കെ അടി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞതാണ്. അയ്യോ, അതൊക്കെ പോയി. ചേട്ടന്റെ വേറെ പരിപാടി എന്തോ? ചേട്ടന് വേറെ പരിപാടി? വേറെ എനിക്ക് പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഈ അകത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അകത്തുനിന്ന് നേരത്തെ ഒരു ചായയും 2 പരിപ്പോടേയും പറഞ്ഞു. അതാണ് ചോദിച്ചത്. നേഴ്സ് എന്തെങ്കിലും പറഞ്ഞോന്ന്? നേഴ്സിന്റെ അടുത്ത് എല്ലാം പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറി ഞാനും പറയും. നീ ചിലപ്പോ കണ്ണു തള്ളി കേട്ടോണ്ടിരിക്കും, ഞാൻ നിൽക്കൂല, നീ പോളെ. എന്റെ പൊന്നു വെപ്രാളി, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോന്ന്? ഡോക്ടർ രാവിലെ വന്നപ്പോ എന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. എന്ത്? ഗുഡ് മോർണിംഗ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലേ. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കായി? ഹലോ, കൊച്ചുട്ടി ചായ. എനിക്കും വേണം ഒരു ഗ്ലാസ് കൊച്ചുട്ടി ചായ. നശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുവാണല്ലോ. കൊച്ചുട്ടി ചായ. രാത്രി ഞാൻ നമ്മുടെ നാട്ടിൽ ആശുപത്രി ചെന്നായിരുന്നേ. അവിടെ ചെന്നപ്പോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുമണി ഇവിടെ നോക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ടൗണിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുഞ്ഞുമണി രാത്രി ഇങ്ങനെ ടൗണിലേക്ക് കയറി ഇവിടെ ഒരു ആശുപത്രി കയറി വന്നു. എന്റെ പൊന്നെ, ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയാം നമ്മുടെ നാട്ടിലെ ആശുപത്രിയെ പോലെയല്ല. ഭയങ്കര പരിപാടി ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, എല്ലായിടത്തും ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുവാ. ചേട്ടായിയെ നല്ല മുണ്ടാണോ? കതർ കതർ. സഹായത്തിന് ആരെങ്കിലും വിളിക്കാനുണ്ടോ?
അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ അവര് അയ്യോ. അങ്ങനെ ബുദ്ധിമുട്ടിയാ നിൽക്കുന്നത്. അല്ലെ നിങ്ങളിപ്പോ കട്ടപ്പന കയറിയാ വരേണ്ട കാര്യം എന്തൊരു കാശാവൂന്ന് പറഞ്ഞാ വരണ്ട ഞാൻ നോക്കിക്കോളാം. കേട്ടോ വെച്ചോ പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഞാൻ ലേബർ റൂപ് തപ്പിയെടുക്കട്ടെ കേട്ടോ. അയ്യോ ചേട്ടായിയേ, അല്ല വേറെ ഇനി എന്റെ മുണ്ട് പോണേ പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരെ മുണ്ടെങ്കിൽ അതുപോലെ ഇരിക്കട്ടെ. അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞ് മതി, പതുക്കെ തന്നാൽ അബദ്ധം പറ്റിയതാ ചേട്ടായി. നമുക്ക് അങ്ങനെയൊന്നും ചെയ്ത് കളയണ്ട ഒരു മനുഷ്യൻ. ചേട്ടാ ഞാനേ ഈ കൊറേ നേരമായിട്ട് ഈ ലേബർ റൂം തപ്പി നടക്കുമോ. എവിടെയാ ലേബർ റൂം? ഇതല്ലേ ലേബർ റൂം? പിന്നെ അല്ല അവിടുത്തെ എന്തോ പുളിഞ്ചിക്ക് അച്ചാറിടുന്ന കട, അങ്ങോട്ട് ചെന്ന് ചോദിക്കാതെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? ഇത് ലേബർ റൂമാണ്. അവസാനം കണ്ടുപിടിച്ച് എന്റെ കുഞ്ഞുമണി ഇതിനകത്തുണ്ട്. അതെങ്ങനെ? കുഞ്ഞുമണി എന്റെ ഭാര്യയാണ്. അപ്പൊ ഓക്കെ. ഞാൻ അങ്ങ് ഇടുക്കിന്ന് വരുവാ. ഞാര് മഞ്ഞച്ചേര് എന്നത്? ഇടിക്കുന്ന ഇറങ്ങിയവര്. അയ്യോ ഇടുക്കിന്ന് ഇറങ്ങി വരുവാന്നല്ല പറഞ്ഞേ, ഇടുക്കിന്ന് വരുവാന്ന്. ചേട്ടാ ഞങ്ങൾ ഇടുക്കിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്നറിയോ ചേട്ടേ? ഞങ്ങൾ വർത്താനം പറയും. പിന്നെ ബാക്കിയുള്ള ജില്ലക്കാരെല്ലാം പേപ്പറിൽ എഴുതിയിട്ട് ചുരുട്ടി എറിയുവാണ്. എല്ലാവരും വർത്താനം പറയൂലേ? അതല്ലേ ചേട്ടാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ എന്റെ വീട് തന്നെ ആലോചിച്ച് നോക്കൊണ്ടൊരു മലയുടെ മേളിലാണ്. അയ്യോ അതിന് താഴെ ഞങ്ങളുടെ അയൽവക്കത്തിന്റെ വീട്. ഞങ്ങൾ മുന്നേ പറയാനൊന്നും പറ്റുമോ? അപ്പൊ ഞങ്ങൾ കാരണം ഉണ്ടാക്കി വർത്താനം പറയും. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയും. ഉണ്ടാക്കിയ വർത്താനം നീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് പറയാൻ പറ്റിയ വർത്താനല്ല നീ പറയും. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചേട്ടാ. ഈ കുഞ്ഞുമണി ഞാനും നമ്മൾ എങ്ങനെ ഇഷ്ടത്തിലായിരുന്നു ചേട്ടാ? അയ്യോ അത് വലിയ കഥ ചേട്ടാ, അത് കേൾക്കണം. അടിയന്തരാവസ്ഥ കാലത്താണ് ഞാനും കുഞ്ഞുമണി നമ്മൾ ഇഷ്ടത്തിലാവണത്. കൊള്ളാം. ഗാന്ധിജിയുടെ കാര്യത്തിൽ കല്യാണം കഴിച്ചിട്ട് ഇപ്പാണ്ടാ കൊച്ചുണ്ടായത്. നിങ്ങൾ നാട്ടും പുറത്തുള്ളവർക്കാണ് അടിയന്തരാവസ്ഥ, ഗാന്ധിജിയുടെ കാലം. പിന്നെ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് അങ്ങനെയല്ല. അല്ല മഴ പെയ്യും ചേട്ടായി. മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴ വല്ലതുമാണോ? കല്ല് വാരി എറിയണ മാർത്ത് മഴയല്ലേ? ഇങ്ങനെ കല്ല് വാരി മഴ എറിയുമ്പോ ഇതിങ്ങനെ മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം കൂടി നിൽക്കും. ആ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു തവണ ഞാനും എന്റെ അമ്മച്ചി കപ്പയും മുളകും കൂട്ടി തിന്നോണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടായിയെ വലിയൊരു പാറക്കല്ലുരുണ്ട് എന്റെ തോളയിൽ വീണ്. ഞാനും എന്റെ അമ്മ കാന്താരം മുളകും കപ്പയും കഴിച്ച് തിന്നോണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടായിയെ വലിയൊരു പാറക്കല്ല് വന്ന് എന്റെ തോളയിൽ വീണ്. സംഭവം പുള്ളി കിട്ടിയില്ല. ഞാനും എന്റെ അമ്മയെ കപ്പയും മുളകും കഴിച്ചോണ്ടിരിക്കുമ്പോ ചേട്ടായിയെ വലിയൊരു പാറക്കല്ല് വന്ന് തോളയിൽ. ഞാനും എന്റെ അമ്മയും കപ്പയും കാന്താരും കഴിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടായിയെ വലിയൊരു പാറക്കല്ല് വീണ് എന്റെ തലയിൽ വീണ്. ഒന്ന് മൂളുമെങ്കിലും ചെയ്തോളൂ കേട്ടാ, ഇല്ലെങ്കിൽ ആ കല്ലിരുന്ന് തോള് പൊട്ടും. ആരെങ്കിലും മൂളുമെങ്കിലും ചെയ്തോളൂ. പുള്ളി വർത്താനം പറയാത്തവരോട് വേണ്ടിട്ട് എനിക്ക് തന്നെ കേട്ടാൻ. അല്ല നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നത്? ഞാനോ ഇവിടെ അകത്ത് പോപ്കോൺ പൊരിച്ചു കൊടുക്കരുത്. ഇത് പ്രസവമായിട്ടെന്ന് അറിഞ്ഞൂടെ? അപ്പൊ പോപ്കോണൊക്കെ ഇവിടെ പൊരിച്ചു തുടങ്ങിയോ? എവിടെ? എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് പാലും മുട്ടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒരു വിധിയായിട്ട് കണക്കാക്കടാ. നിക്ക് ഹലോ സന്തോഷേ സനൂപ്, ഒന്നും നോക്കണ്ട. ഞാൻ കറക്റ്റ് സമയം വിളിച്ച് പറയും. ആ സമയത്ത് പടക്കം പൊട്ടിച്ചോണം. പടക്കോ? ഇവിടെ ഒച്ച കേൾക്കുന്ന പടക്കോ? ഒച്ച കേൾക്കുന്ന പടക്കോ? അല്ലല്ല, എന്റെ പടക്കം പ്രച്ഛന്ന വശം ചെയ്യും. എടാ പടക്കം പിന്നെ ഒച്ച കേൾക്കാതെ പിന്നെ ഈ ആശുപത്രി പൊട്ടിക്കുന്നു. ആശുപത്രിയുടെ ഫ്രണ്ടിൽ എന്റെ കൊച്ചു ജനിക്കുമല്ലോ. ഈ ജനിക്കുന്ന സമയത്ത് ഈ കൊച്ചിന്റെ പേര് ഞാൻ അമ്മമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പടക്കം പൊട്ടിക്കും. ഈ പടക്കം പൊട്ടി ആകാശത്തിന്റെ കൊച്ചിന്റെ പേര് ഇങ്ങനെ എഴുതി കാണിക്കും. അതെന്നാ ചെറ്റ പരിപാടിയാ ചേട്ടായി. നമ്മൾ ഈ ആശുപത്രിയിൽ എങ്ങനെയുള്ളവരൊക്കെ വന്ന് കയറിയേക്കുന്നത്? പിന്നെ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ വന്ന് കയറി. അത് ഇടുക്കി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വയ്യാതെ അസുഖങ്ങളുമായിട്ട് കിടക്കുമ്പോ ഇവിടെ കൊച്ചിന്റെ പേരെഴുതി കാണിക്കാന്ന് വെച്ചാൽ കമ്പത്തിലൊക്കെ അതൊക്കെ മോശമല്ലേ? അത്ര ആൾക്കാർ അകത്ത് കിടക്കുക. ഇത് ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ വരാന്തയിലിട്ട് പൊട്ടിക്കുക, എല്ലാവർക്കും കാണുകയും ചെയ്യാം. ഈ ദുരിതം നമ്മുടെ 2 മിനിറ്റത്തേക്ക് മറക്കില്ലേ ചേട്ടായി? അപ്പൊ വരാന്തയിട്ട് പൊട്ടിക്കല്ലേ? പേരൊക്കെ എഴുതി വരുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കോട്ടെ ചേട്ടായി. അവിടെ ഇതൊന്നുമില്ല. അത് ഞാനും കണ്ടിട്ടില്ല. ഞാനും ഇപ്പൊ ഈ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് പേരെഴുതി കാണിക്കുന്ന പടക്കം ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണ്. ആണോ ചേട്ടായി? പടക്കത്തിന്റെ പരിപാടി ആയതുകൊണ്ടൊക്കെ ചോദിക്കുക. എനിക്ക് ഇച്ചിരി പടക്കം തരാമോ? വീട്ടിൽ പോയി പൊട്ടിക്കാനാ. എനിക്ക് ഹോൾസെയിൽ കച്ചവടമല്ലേ. ആണോ? എനിക്ക് എത്ര പടക്കം വേണം? നമുക്ക് ഈ വലിയ മറ്റേ സത്യം പറഞ്ഞാലേ ഈ പടക്കത്തിന്റെ ഒന്നും പൈസ മുടക്കരുത്. അങ്ങനെ പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പൈസ കൊടുത്ത് ഒരാൾക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കും. നല്ലതാ. നമ്മൾ എന്തിനാ ആവശ്യമില്ല പൊട്ടിച്ച് കളയല്ലേ പൈസ. അല്ല അതെന്നാന്നറിയാം, എനിക്ക് ചേട്ടായി പറഞ്ഞതിനോട് എതിരഭിപ്രായം. ഇത് വിരിഞ്ഞു വീഴുമ്പോ നമുക്കൊരു ഇത് ചിരി വരില്ലേ ചേട്ടായി? ഒരു സന്തോഷം. അത് ഭയങ്കര. അല്ല എത്ര സന്തോഷം വരും. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതിനെക്കാട്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചാറ്റി ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്താൽ അതാണ് നല്ലത്. ഈ പൊട്ടി വിരിയുന്നൊക്കെ കാണാൻ എന്തോ ഇത്ര വലിയ സംഭവം. കൊട വരുമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ലല്ലേ? അല്ല ഞാൻ പറഞ്ഞ പൊട്ടിയപ്പോഴേ കൊട വരുമെന്നുള്ളത് നോക്കിയാ ഒറ്റ പിള്ളേർ ഇതിനേക്കാളും കഷ്ടമുണ്ടല്ലോ.
എനിക്ക് ഈ പുള്ളിയുടെ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് അങ്ങ് മൂന്നാറിൽ തേയിലത്തോട്ടത്തിന്റെ പരിപാടി. ആ തേയിലത്തോട്ട 40 ഏക്കർ തേയിലത്തോട്ടം. 40 ഏക്കറാ? വിളിച്ചു നോക്കടാ, അത് മിക്കവാറും 4 സെന്റായി കരിഞ്ഞാണ്. പുള്ളി എരിഞ്ഞണ്ട 40 ഏക്കറാ. എരിഞ്ഞല്ല, കത്തിക്കാണോ അത്? എനിക്കും എന്റെ ഭാര്യയ്ക്കും 4 സെന്റ് പുരയിടാനുള്ളത്. പക്ഷെ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്ന വലിയ സന്തോഷം തന്നെ. പക്ഷെ ഈ 4 സെന്റ് ആണെങ്കിലും ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു, എന്റെ മക്കളുമായിട്ട്. അത് നല്ല കാര്യം. അവക്ക് ഞാനും എനിക്ക് അവളും. റിലാക്സേഷൻ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നുള്ള ഇങ്ങനെയുള്ളവരെ കിട്ടാനും ഭയങ്കര. പക്ഷെ ചേട്ടാ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. എന്റെ ഈ 40 ഏക്കർ തേയിലക്ക് പ്രത്യേകത ഉണ്ട്. ഇത് സാധാരണ തേയിലല്ലേ ഈ തേയില. അതെന്താ? അത് അവിടെ നിന്ന് കളഞ്ഞു. 40 ഏക്കർ തേയിലക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സാധാരണ തേയിലല്ലേ ഈ തേയില. അതെന്താ താനെ ചാടി ഈ ചായപാത്രത്തിരിക്കോ തേയില? അതാണ് പറയുന്നത്. ഞാൻ പറയണ്ടല്ല, അവിടെ പറയണ്ടായിരുന്നു. 40 ഏക്കർ തേയിലത്തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിളിന്ന് നുള്ളാൻ വേണ്ടി വന്നെന്ന് പറയും കൊടകിന്നുള്ള സുന്ദരികളാ. പൊന്നു ചേട്ടായിയേ, നിങ്ങളൊന്ന് കാണണം. ചേട്ടായി കവിളെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ മറ്റേ തക്കാളി കണക്കിരിക്കും. ചുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ ചുമന്ന മുളക് കണക്കിരിക്കും ചേട്ടായി. എന്നിട്ട് ഇത്രയും വലിയ മുടിയൊക്കെ ആയിട്ട് രാവിലെ ഈ കൊട്ടയൊക്കെ വെച്ച് ഇങ്ങനെ സുന്ദരികളെ പോലെ ഇങ്ങനെ നടന്നു. നിങ്ങളെന്തോ പറഞ്ഞ കുടുംബം നോക്കുന്ന കുട്ടികൾ ഏറ്റവും വലിയ ജീവിതം അതാണെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ കിടന്ന് എഴയുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴി തെറ്റും. നിങ്ങൾ വേണം ഉപദേശിച്ച് ശരിയാക്കാൻ. എനിക്ക് പോകണമല്ലോ, ആവശ്യമില്ല. ഭർത്താവുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയും കെട്ടിയിട്ടേക്കണ ആൾക്കാരൊക്കെ ഇതിനകത്ത് കിടക്കുന്ന. ഭർത്താവുണ്ടെങ്കിൽ പറയണം കൊച്ചിനെ നേഴ്സറി കൊണ്ടുപോയി ആക്കാനാ. അതെന്ത് പരിപാടിയാ ചേട്ടേ? അതെന്ത് പരിപാടി? ആ സുജയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനായിരിക്കും. അവനൊരു ചായ കുടിക്കാൻ പോയതായിരിക്കും. ഇവരാരെ നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ നേഴ്സറി കൊണ്ടാക്കണം ഇങ്ങനെയാണോ? വിജയദശമി ദിവസത്തിലെ അരിയിലെ പേടിച്ചിട്ട് വേണ്ട ചേട്ടേ നേഴ്സറി കൊണ്ടാക്കാൻ വേണ്ടി? ഇത് ചോദിക്കണ്ടേ? സാധാരണക്കാർക്ക് ഇവിടെ വിലയില്ലെന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കണ്ടേ കേസാ? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നേഴ്സറിയെ നാളെ എന്റെ കൊച്ചിനെ കൊണ്ട് ഇവര് കോളേജിലാക്കിയാലോ? അത് ശരിയായിട്ടുള്ള പരിപാടിയല്ലോ. സുജയുടെ ഭർത്താവില്ലേ, ഞാൻ വരാം അങ്ങോട്ട്. ഈ നഴ്സറി എന്ന് പറഞ്ഞാലേ ഈ പിള്ളേരെ ആശുപത്രി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമില്ലേ? അതെ 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 അതെ, വളരെ കെയർ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞു കൊടുക്കാത്തത്? പോട്ട് ഗ്ലൗസ് ഇട്ടാ കൈ കൊണ്ടൊരെണ്ണം കിട്ടിയാൽ കഴിക്കോ? കിട്ടട്ടെ, എന്നാലേ പഠിക്കോളാങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മ പറയാനല്ലേ പറ്റൂ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ. വരുന്നു രണ്ട് ടൈപ്പ് നഴ്സറി ഉണ്ടല്ലേ? പറഞ്ഞ് മനസ്സിലാക്കി തന്ന പാവുമ്പ ഒരു വൈദ്യനുണ്ട്. ഈ താടിയല്ലേ ചികിത്സയാണ് മെയിൻ. ഒന്ന് കാണണം, നല്ലതായിരിക്കും കേട്ടാ. കേട്ടായിരുന്നല്ലേ? എന്റെ പൊടി ചേട്ടാ, ഞാൻ അങ്ങനെ ആരും ശല്യം ചെയ്യാറില്ല. പിന്നെ എനിക്ക് ചേട്ടോട് വേറെ കാര്യം, ഡോക്ടർ മറിയോ? ഡോക്ടർ മറിയോ തീരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ, അകത്തുനിന്ന് ചോദിക്കണം. അതല്ല പറഞ്ഞു, ഡോക്ടർ മറിയെന്നെ ചേട്ടായി കണ്ടോന്നു. എന്തിനാ? എന്റെ ആദ്യത്തെ കുഞ്ഞു എനിക്ക് പെൺകുഞ്ഞായിരുന്നു. ആ പെൺകുഞ്ഞുണ്ടായപ്പോ എന്റെ ഒരു ഷേപ്പും ഇല്ല. എന്റെ മൂക്കില്ല, എന്റെ ചെവിയില്ല, എന്റെ ചുണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ഡോക്ടർ മറിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോ, അതായത് ഇപ്പൊ ഒരു ആൺകുഞ്ഞുണ്ടാകുമ്പോ എന്റെ അതേ മൂക്ക് വേണം, എന്റെ അതേ ചുണ്ട് വേണം, എന്റെ അതേ ചെവി വേണം. ഇടുക്കി ഇനി വന്നേ, ക്ലാസ്സിൽ കൂടെ അങ്ങോട്ട് നോക്കിയേ. അപ്പുറത്തേക്കുന്നില്ലേ, അതാണ് ഡോക്ടർ മറിയ. അല്ലാതെ കാനായി കുഞ്ഞിരാമനല്ല അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ കുത്തിത്തരാൻ വേണ്ടിട്ട് കേട്ടോ. അത് മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ? അതൊക്കെ ദൈവം തരുന്നതാണ്, ഓരോരുത്തർ രൂപവും പാവവും ഒക്കെ. ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ ഇവിടെ എന്തോ ദീപാവലിയായിട്ട് എല്ലാം അടച്ചിട്ടേക്കല്ലേ, ഒരു കടവലും തുറന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ചായ ഭയങ്കര പ്രശ്നമാണ്. ചായ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദ്രോഹമാണ്. ആണോ? തേയിലയിൽ തേയിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ആണ്. പിന്നെ ഈ രാസപദാർത്ഥം നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കും. കാപ്പിയിൽ കഫീൻ എന്ന് പറയും. നിങ്ങളിപ്പോ രാവിലെ ഒരു ചായ കുടിച്ചു നോക്കും, പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കോ അടുത്ത ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും തന്നെ. അത് ഉറപ്പായിട്ടുണ്ട്. അത് മാത്രമല്ല, ശീലമായി പോകും. നമ്മുടെ രക്തം, ശ്വേതരക്താണുക്കളും അരുണ രക്താണുക്കളും, ഈ ശ്വേതരക്താണുക്കളും അരുണ രക്താണുക്കളെയും ഇത് കൊല്ലും. പിന്നെ ഇതിപ്പോ കൊന്നെന്ന് ചോദിച്ചാ പോരെ? എന്നിട്ട് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ ബാധിക്കും. ചായ കുടിക്കും തോറും നമ്മുടെ കണ്ണിന്റെ ശേഷി കുറഞ്ഞു വന്നോണ്ടിരിക്കും. വേറെ ഗ്ലാസ് ഉണ്ടോ? ഇല്ലേ? ഒരു കവള് വരൂ. അപ്പൊ ഇത്രയും സൈഡ് ബ്ലാങ്ക് ആയി പോകൂലേ? അതല്ല, നിങ്ങൾ അവിടെ അല്ല, ഈ ചായ ഒരു കവള് വരൂ. കുടിച്ചോട്ടെ. കുടിച്ചോ. ടേസ്റ്റ് ഉണ്ടോ ചേട്ടായി? അത്രയ്ക്കൊന്നുമില്ല. ചുമ്മാ കിട്ടറല്ലേ, കാണത്തില്ല. അയ്യോ സൂര്യ ഇവിടെ വല്ലതും ഉണ്ടോ? ഒരു വോയിസ് ഓവർ ഉണ്ട്. ശങ്കരനുണ്ടോ അവിടെ? ആരാ ശങ്കരൻ? ശങ്കരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഒരാള് നോക്ക. ശങ്കര ആരാ ഇത്? എന്റെ പേരെങ്ങനെ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വന്നേനെ. ശങ്കര എന്റെ പേരെന്നാടു? എന്റെ പേര് ശങ്കര. എടാ നനഞ്ഞ പടക്കം നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നെ വിളിച്ചത്? അയ്യോ, എനിക്ക് ആൺകുഞ്ഞ് പറഞ്ഞ. എന്റെ ദൈവമേ, കൺഗ്രാജുലേഷൻ.
സനൂപേ സന്തോഷം ഒന്നും നോക്കണ്ട, പൊട്ടിച്ചോ. ചേട്ടായിയേ, ചേട്ടയുടെ കൊച്ചിന്റെ പേര് ചെള്ളാന്നാണോ? ചന്ദ്രോദയം പിള്ള എന്നുള്ള പേര് ചള്ളേന്താ പൊട്ടിച്ച് വിട്ടിരിക്കുന്നേ. അതിന് 1/2 മണിക്കൂർ തെളിഞ്ഞു നിൽക്കും ചേട്ടായി. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും? അടുത്ത ദീപാവലിക്ക് ചേട്ടാ ഇവിടെ വരുവാണെങ്കിൽ പുതിയൊരു പേര് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാ പിന്നെ ഹാപ്പി ദീപാവലി.